HSA നാച്ചുറൽ സയൻസ് നമ്മൾ അതിൽ അനിമൽ ഡൈവേഴ്സിറ്റി നാച്ചുറൽ സയൻസ് പാർട്ട് ബി. അതിൽ നമ്മൾ സെല്ലുലാർ കിങ്ഡം അനിമേലിയ, സെല്ലുലാർ ടിഷ്യൂ, ഓർഗാൻ, സീലോം, സിമട്രി. ഇനി നമ്മൾ ഓരോ ഫൈലം നോൺ കോഡേറ്റ ഫൈലത്തിലേക്ക് കിടക്കുകയാണ്. അതിലാദ്യം ഫൈലം സീലൻഡ്രേറ്റ. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് ഫൈലം സീലൻഡറേറ്റ. സീലൻഡറേറ്റ അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, നിഡേറിയ. ഓർക്കണം, എന്താണ് ഫൈലം സീലൻഡറേറ്റ? ഫൈലം മദർ നെയിം നിഡേറിയ. ഓർക്കുക, എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് നോക്കാം. ഇനി നിഡേറിയ എന്ന പേര് വരാൻ കാരണം ഇതിനകത്ത് ഓർക്കുക, ഇതിനകത്തൊരു സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്. ആ സെല്ലിനെ വിളിക്കുന്ന പേരാണ് നിമറ്റോബ്ലാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് സെൽസ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ്. ദേ കണ്ടെയ്ൻ മോഡിഫൈഡ് എക്ടോഡെർമൽ സെൽസ്. ഓർക്കണം, ദിസ് ഫൈലം കണ്ടെയ്ൻ മോഡിഫൈഡ് എക്ടോഡെർമൽ സെൽസ് ആണ്. അതിൻ്റെ പേരാണ് നിമറ്റോബ്ലാസ്റ്റ് എന്ന് പറയാം, ഓർ സ്റ്റിങ്ങിങ് സെൽസ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ്. ഓർക്കുക, ഇതുകൊണ്ടാണ് ഹെൻസ് ദ നെയിം നിഡേറിയ. അതുകൊണ്ടാണ് ഇതിന് ഏത് പേര് വന്നത്? നിഡേറിയ. ഓർക്കുക. ഇനി ദ ടേം നിഡേറിയ, ഓർക്കണം, ഈ വാക്ക് കൊണ്ടുവന്നത് ടേം നിഡേറിയ. ഓർക്കണം, ദ ടേം നിഡേറിയ വാസ് ഗിവൺ ബൈ ബാൺസ്, BARNES, ബാൺസ്. ഈ സയൻറ്റിസ്റ്റാണ് ഈ പേര് കൊണ്ടുവന്നത്. ഓർക്കുക. ഇനി അതേപോലെ സീലൻഡറേറ്റ്സ്. ഓർക്കണം, ഇനി അതുകൊണ്ട് സ്റ്റഡി ഓഫ് സീലൻഡറേറ്റ്സിനെ നിഡോളജി എന്നും വിളിക്കുന്നുണ്ട്. നിഡോളജി. ഓർക്കുക, കോമ്പറ്റിറ്റീവ് എക്സാമിന് ചോദിക്കുന്നതാണ്. നിഡോളജി മീൻസ് സ്റ്റഡി ഓഫ് നിഡേറിയ ഓർ സീലൻഡറേറ്റ. നിഡോളജി. ഇനി അതേപോലെ ഇതിനെ എന്തുകൊണ്ടാണ് സീലൻഡറേറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം? ഓർക്കുക, സീലൻഡറേറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം ദേ കണ്ടെയ്ൻ എ സെൻട്രൽ കാവിറ്റി. ഈ ഫൈലത്തിലെ ഓർഗാനിസത്തിന് ഒരു സെൻട്രൽ കാവിറ്റി ഉണ്ടാകും. ആ കാവിറ്റിയുടെ പേരാണ് സീലൻഡ്രോൺ ഓർ ഗാസ്ട്രോവാസ്കുലാർ കാവിറ്റി. ഹെൻസ് ദ നെയിം സീലൻഡ്രേറ്റ. ഓർക്കണം. ഇനി സീലൻഡ്രോൺ കണ്ടെത്തിയത് ഓർക്കുക, ദ സീലൻഡ്രോൺ വാസ് കോയിൻഡ് ബൈ coined means discovered, coined by ലുക്കാർട്ട് ആണ്. ലുക്കാർട്ട്, LEUCKART, ലുക്കാർട്ട്. ലുക്കാർട്ട് ആണ് സീലൻഡ്രോം എന്ന ടേം കൊണ്ടുവന്നത്. ഓർക്കുക. ഇനി ഈ ഫൈലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് അല്ലെങ്കിൽ ദ ഓർഗാനിസംസ് ഓർ ദിസ് ഫൈലം കണ്ടെയ്ൻസ് 2 ബോഡി ഫോംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിനകത്ത് സീലൻഡറേറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഓർക്കുക. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദ സീലൻഡറേറ്റ ഇൻക്ലൂഡ്സ് 2 types ഓഫ് ബോഡി ഫോംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്ന് പോളിപ്പ്, 2 മെഡൂസ. അതുകൊണ്ട് ഇതിനെ പോളിമോർഫിക് എന്ന് പറയും. പോളിമോർഫിക്. ഓർക്കുക. ഇനി പോളിപ്പ് എന്ന ഫോമിൻ്റെ പ്രത്യേകത എന്താണ്? പോളിപ്പ് ട്യൂബുലാർ, അറ്റാച്ച്ഡ് ആൻഡ് എസെക്ഷൽ സ്റ്റേജ്. ഓർക്കണം. അപ്പോൾ ഇതിൽ നിന്നും എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താം. ബട്ട് മെഡൂസ അല്ലെങ്കിൽ മെഡൂസെ, അംബർല ലൈക്ക് ഷേപ്പ്, അംബർല ലൈക്ക്.
ഫ്രീ സ്വിമ്മിങ്, മൂവബിൾ ആണ്. ആൻഡ് സെക്ഷുവൽ സ്റ്റേജാണ്. ഇത് ഗമേറ്റ്സുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗൊണാഡ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഉണ്ടാകും. അപ്പോൾ in this phylum there we can find two important body forms, polyp and medusa. So they are said to be polymorphic. Now another important feature, they exhibit alternation of generation. That means alternation of asexual generation and alternation of the one generation alternates with the other. The asexual polyp generation alternates with the sexual medusa generation. This is called alternation of generation. Very important. Exhibit alternation of generations. തലമുറകളുടെ ഏകാന്തരണം എന്ന് പറയും. alternation. അപ്പോൾ രണ്ട് ജനറേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് എസെക്ഷൽ ജനറേഷൻ അല്ലെങ്കിൽ പോളിപ്പ്. അപ്പോൾ ഈ പോളിപ്പ് അല്ലെങ്കിൽ എസെക്ഷൽ ജനറേഷൻ ആൾട്ടർനേറ്റ് വിത്ത് സെക്ഷൽ ജനറേഷൻ അല്ലെങ്കിൽ മെഡൂസ ജനറേഷൻ. അപ്പോൾ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജനസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അനദർ ടേമാണ് മെറ്റാജനസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ദ ഫൈലം സിലൻഡ്രേറ്റ ഇൻക്ലൂഡ്സ് 3 classes. അപ്പോൾ ഇതിന് മെയിനായിട്ട് 3 ക്ലാസ്സുകളാണ്, ഓർക്കുക. 3 classes. ഒന്ന് ഹൈഡ്രോസോവ, 2 സ്കിഫോസോവ, 3 ആൻഡോസോഫ. ഓർക്കുക. അപ്പോൾ ഇതിനകത്ത് 3 ക്ലാസ്സുകളാണ്. ഈ 3 ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഓർക്കണം. ഇപ്പം ഫൈലം സിലൻഡ്രേറ്റ അതിൻ്റെ ഓരോ ഇതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. ഹൈഡ്രോസോഫ ഒബീലിയ, സ്കിഫോസോവ അറേലിയ, ആൻഡോസോഫ സി അനിമോൺ. ഓക്കെ, but today we are going to discussing hydrosofa, example obelia. ഇനി ഹൈഡ്രോസോവയുടെ പ്രത്യേകത എന്താണ് ഓർക്കണം. ഹൈഡ്രോസോവ the first point, 2 form. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഫോമും ഹൈഡ്രോസോവയിലുണ്ട്. 2 forms. ഇതാണ് പോളിപ്പ് ആൻഡ് മെഡൂസ. ഓക്കെ, സെക്കൻഡ് ക്യാരക്ടർ, the polyp has മാനുബ്രിയം. അത് നമ്മളിനി പഠിക്കാൻ പോവുകയാണ്, മാനുബ്രിയം. ആൻഡ് ആൾസോ മെഡൂസ ഹാസ് വിലം. മാനുബ്രിയം വിലവും ഇപ്പം നമ്മൾ പഠിക്കുന്നുണ്ട്. ദി ഫോർത്ത് ക്യാരക്ടർ മെറ്റാജനസിസ്. ഓർക്കുക. അപ്പം ഹൈഡ്രോസോവയുടെ പ്രത്യേകതയാണ് 2 forms, പോളിപ്പ് ആൻഡ് മെഡൂസ. പോളിപ്പ് ഹാസ് മാനുബ്രിയം, ദെൻ മെഡൂസ ഹാസ് വിലം, ദെൻ ദേ എക്സിബിറ്റ് മെറ്റാജനസിസ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ഒബീലിയ. ഓർക്കുക, ഈ ഒബീലിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സീഫർ. സീഫർ എന്ന് വെച്ചാൽ കടൽ രോമങ്ങൾ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇതിനെ സീഫർ എന്ന് വിളിക്കുക? ഓർക്കുക, ബിക്കോസ് ഒബീലിയ അറ്റാച്ച്ഡ് ഓൺ seaweeds, then mollusk shells, rocks, then wooden piles, etc. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ സെഡൻഡറി ആണ്, ഇതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഹെയർ ലൈക്കായിട്ട് അല്ലെങ്കിൽ രോമങ്ങൾ പോലെ ഇങ്ങനെ വളരെ അടുത്തടുത്തായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെൻസ് ദ നെയിം സീഫർ, കടൽ രോമങ്ങളെന്ന് ഒബീലിയെ വിളിക്കുക. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഒബീലിയ? ഓർക്കുക, ഇതാണ് ഒരു ഒബീലിയ കോളനി എന്നാണ്. 2 തരം മെഡൂസയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രതലത്തിൽ പറ്റിപ്പിടിക്കുന്ന ഭാഗമാണിത്. ഇത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ അറ്റാച്ചസ് ടു സബ്സ്ട്രാറ്റം ബൈ എ ബ്രാഞ്ചിങ് ബേസ്. ഇപ്പം സബ്സ്ട്രാറ്റം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ. ഇപ്പോൾ ഇവിടുത്തെ സബ്സ്ട്രാറ്റം എന്ന് പറഞ്ഞാൽ സീവീഡ് ആകാം, മൊളസ്ക് ഷെല്ലാകാം, റോക്സ് ആകാം, വുഡൻ പൈൽസ് ആകാം. ഓക്കെ,
അപ്പോൾ എവിടെയാണോ പറ്റിയിരിക്കുന്നത് അതിനെയാണ് സബ്സ്ട്രാറ്റം എന്ന് പറയുക. അപ്പോൾ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന ഈ ഹൊറിസോണ്ടൽ ബോഡിയെ അല്ലെങ്കിൽ ബേസിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോറൈസ. ഓർക്കുക, ഹൈഡ്രോറൈസ. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് റൈസോകോൾ, CAUL. ഓർക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് റൈസോകോൾ. അപ്പോൾ ഇതിന് ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ബേസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോറൈസ. ഇനി അതിൻ്റെ എറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഒരു ബോഡിയുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോകാലസ്. സിംഗുലർ ഹൈഡ്രോകാലസ്, പ്ലൂറൽ ഹൈഡ്രോകാലൈ. CAULI ആണെങ്കിൽ പ്ലൂറലാണ്, ബഹുവചനമാണ്. അപ്പോൾ ഇത് വെർട്ടിക്കൽ സ്റ്റെമ്മാണ്, ഓർക്കുക, ഇത് വെർട്ടിക്കൽ സ്റ്റെം. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കുക, ഹൈഡ്രോകാലസ് ബിയേഴ്സ് 2 ടൈപ്സ് ഓഫ് സൂയിഡ്സ്. നമ്മൾ 2 തരം ഫോംസ് പറഞ്ഞു. ഇതാണ് ഒരു ഫോം, ഓർക്കുക, ഇതാണ് പോളിപ്പ്, ഇതാണ് പോളിപ്പ്. ഇനി ഇതാണ് ബ്ലാസ്റ്റോസ്റ്റൈൽ. ബ്ലാസ്റ്റോസ്റ്റൈൽ റീപ്രൊഡക്റ്റീവ് സൂയിഡ്സ് എന്ന് പറയും. ഇത് ന്യൂട്രിറ്റീവ് സൂയിഡ്സ് എന്ന് വേണേൽ പറയാം. അതേപോലെ സെക്ഷലാണ്, ഇത് സെക്ഷലാണ്. അപ്പോൾ ബ്ലാസ്റ്റോസ്റ്റൈൽ അത് സെക്ഷലാണ്. കാരണം ബ്ലാസ്റ്റോസ്റ്റൈലിനുള്ളിലായിട്ടാണ് മെഡൂസ, ഇതിനുള്ളിൽ മെഡൂസ, ഇതാണ് മെഡൂസ. അപ്പോൾ ഇതിനുള്ളിൽ നിന്നും മെഡൂസ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് സെക്ഷൽ ഫോമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയുമാണ്. ഒബീലിയ ബിയേഴ്സ് എ ബ്രാഞ്ചിങ് ബേസ്. ബ്രാഞ്ചിങ് ബേസ്, അതിൻ്റെ പേരാണ് ഹൈഡ്രോ, ഓർക്കുക, ഹൈഡ്രോ റൈസ, അല്ലെങ്കിൽ അതർ നെയിമാണ് റൈസോകോൾ. ഇനി അതേപോലെ വെർട്ടിക്കൽ സ്റ്റെം ഉണ്ട്. വെർട്ടിക്കൽ സ്റ്റെമ്മിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോകാലസ്. ഹൈഡ്രോകാലസ്, സിംഗുലർ ഹൈഡ്രോകാലസ് ആണ്, ഓർക്കുക. ഇനി ഹൈഡ്രോകാലൈ അല്ലെങ്കിൽ ഹൈഡ്രോകാലസ് ബിയേഴ്സ് 2 ടൈപ്സ് ഓഫ് സൂയിഡ്സ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡൈമോർഫിക് എന്ന് വിളിക്കാം. 2 ടൈപ്പ് ഉള്ളത് കൊണ്ട് അതിനെ ഡൈമോർഫിക് എന്ന് പറയും. അതൊന്ന് പോളിപ്പ്, 2 ബ്ലാസ്റ്റോസ്റ്റൈൽസ്. ബ്ലാസ്റ്റോസ്റ്റൈൽസ്, ഓർക്കുക, അതിനകത്താണ് നമ്മൾ മെഡൂസ കാണപ്പെടുക. ഇനി നമുക്ക് ഓരോന്നോട്ട് നോക്കാം. പോളിപ്പ്, പോളിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് ട്യൂബുലാറാണ്, ഓർക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ട്യൂബുലാറാണ്, അറ്റാച്ച്ഡാണ്, എസെക്ഷൽ സ്റ്റേജ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പോളിപ്പ്. പോളിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? പോളിപ്പിൽ ഇതാ നോക്കുക, ഇവിടെ ഒരു എലിവേറ്റഡ് പോർഷൻ ഉണ്ട്, അതിനെയാണ് മാനിബ്രിയം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ നമ്മൾ മാനിബ്രിയം പറഞ്ഞതാണ്, ഓർക്കുക. ഇവിടെ മാനിബ്രിയം പറഞ്ഞു. ഈ മാനിബ്രിയം എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഇതിനകത്ത് പോളിപ്പിന് ഒരു സെൻട്രൽ, ഇതാണ് മൗത്ത്, ഓർക്കുക, ഇത് പോളിപ്പാണ്. ഇവിടെ ഒരു എലിവേറ്റഡ് പോർഷൻ ഉണ്ട്, അതാണ് മാനിബ്രിയം. അതിന് നടുക്കുള്ള ഓപ്പണിംഗ് ആണ് മൗത്ത്, ഓർക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇതിന് ചുറ്റിലുമായിട്ട് ടെൻഡക്കിൾസ് ഉണ്ട്, 20 to 30 ടെൻഡക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊരു പോളിപ്പ്, ഇതൊരു പോളിപ്പ്, ഇതൊരു പോളിപ്പ്, ഓർക്കുക. അപ്പോൾ പോളിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? പോളിപ്പ് ഹാസ് എ മാനിബ്രിയം. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, ഹൈപ്പോസ്റ്റോം, ഓർക്കുക, പല പേരുകൾ ഓർക്കുക. വിത്ത് എ സെൻട്രൽ മൗത്ത് ആൻഡ് അതിന് ചുറ്റിലുമായിട്ട്, അതുകൊണ്ട് നമുക്ക് അതിനെ സർക്കിളറ്റ് എന്ന് പറയാം. സർക്കിളറ്റ് ഓഫ് 20 to 30 സോളിഡ് ടെൻഡക്കിൾസ്, ഓർക്കുക. അപ്പോൾ അതിന് ചുറ്റിലുമായിട്ട് 20 to 30 സോളിഡ് ടെൻഡക്കിൾസ് ഉണ്ടാകാം. അപ്പോൾ അതാണ് പോളിപ്പ്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓക്കെ. ഇനി അടുത്തതാണ് ബ്ലാസ്റ്റോസ്റ്റൈൽസ് അല്ലെങ്കിൽ ഗോണോസോയിഡ്സ് എന്നും പറയും. കാരണം ഗോണോ എന്ന് വെച്ചാൽ ഗൊണാഡ്സ്, അപ്പോൾ അത് റീപ്രൊഡക്റ്റീവ് സൂയിഡ്സ് ആണ്. ബ്ലാസ്റ്റോസ്റ്റൈൽസ് ഓർ ഗോണോസോയിഡ്സ്, ഓർക്കുക. ഗോണോ മീൻസ് ഗൊണാഡ്സ് എന്നാണ്. ഇപ്പോൾ ഇത് റീപ്രൊഡക്റ്റീവ് സൂയിഡ്സ് ആയതുകൊണ്ടാണ് ആ പേര് വന്നത്. റീപ്രൊഡക്റ്റീവ് സൂയിഡ്സ് ആണ്, ഓർക്കുക. ഇനി ബ്ലാസ്റ്റോസ്റ്റൈൽസിൻ്റെ പ്രത്യേകത എന്താണ്? ശ്രദ്ധിക്കണം. ഇതിന് ഒരു കവറിംഗ് ഉണ്ട്. ഇതാണ് ബ്ലാസ്റ്റോസ്റ്റൈൽ. ഇതിനൊരു കവറിംഗ് ഉണ്ട്, അതിന് മേളിൽ ഒരു ഓപ്പണിംഗും ഉണ്ട്.
ഈ കവറിംഗ് ഓഫ് പെരിസാക്ക് എന്ന് പറയും. ഈ കവറിങ്ങിനെ വിളിക്കുന്ന കവറിംഗ് ഓഫ് പെരിസാക്ക് അതിനെ വിളിക്കുന്ന പേരാണ് ഗോണോതീക്ക. അപ്പോൾ ഈ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഗോണോതീക്ക. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലാസ്റ്റോസ്റ്റൈലാണ് പറയുക കവറിംഗ് ഓഫ് പെരിസാക്ക് നോൺ ആസ് ഗോണോതീക്ക. ഓർക്കണം. ഇനി അതിനുള്ളിൽ ഈ കവറിങ്ങിനുള്ളിൽ ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസിനകത്ത് ചില മെഡൂസ ബഡ്സ് ഉണ്ട്. അപ്പോൾ മെഡൂസ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഫോമാണ്. അപ്പോൾ ഇത് ആക്സിസ് ഓഫ് ബ്ലാസ്റ്റോസ്റ്റൈൽ ഓർക്കണം. ബഡ്സ് ഓഫ് അതിൽ നിന്നാണ് രൂപം കൊള്ളുക. ബഡ്സ് ഓഫ് തേർഡ് ടൈപ്പ് ഓഫ് സൂയിറ്റ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. തേർഡ് ടൈപ്പ് ഓഫ് സൂയിറ്റ്സ് അതിനെയാണ് നമ്മൾ മെഡൂസ എന്ന് പറയുക. സെക്ഷൽ ഫോം മെഡൂസ അല്ലെങ്കിൽ മെഡൂസെ, മൂന്നാമത്തെ ടൈപ്പ് സെക്ഷൽ ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആ മെഡൂസ ഇതാണ് സെക്ഷൽ ബഡ്സ് ആണ് മെഡൂസ ബഡ്സ്. ഈ ബ്ലാസ്റ്റോസ്റ്റൈലിന് ഈ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഗോണോതീക്ക. അതിനൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെയാണ് ഈ മെഡൂസ മെച്യൂർ ആകുമ്പോൾ പുറത്തേക്ക് വരിക. ഇതാണ് മെച്യൂർ ഫോം. മെഡൂസയുടെ മെച്യൂർ ഫോമാണ് ഇത്, ഓർക്കുക. അപ്പോൾ അത് ഫ്രീ സ്വിമ്മിങ് ആണ്, അംബ്രല്ല ലേക്കാണ്. അപ്പോൾ അംബ്രല്ല ഇനി ഓർക്കേണ്ടത് ഈ ബ്ലാസ്റ്റോസ്റ്റൈല് ശ്രദ്ധിക്കണം. ഇതിനുള്ളിൽ മെഡൂസ മെച്യൂറായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ദ ഗോണോതീക്ക ഫോംസ് എ ഡിസ്റ്റൽ പോർ. അതിനെ ഗോണോപോർ എന്നും പറയാം. അപ്പം ആസ് മെഡൂസ മെച്യൂർസ് മെഡൂസെ മെച്യൂർ പക്വമായി കഴിഞ്ഞാൽ ഗോണോതീക്ക ഡെവലപ്സ് എ ഡിസ്റ്റൽ പോർ, അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു പേരാണ് ഗോണോപോർ. ഓർക്കണം. അതാണ്ട് ഇവിടെ ഒരു ഡിസ്റ്റൽ പോർ ഉണ്ടാകുന്നത്. ഈ പോറാണ് നോക്കുക. ഈ പോറിനെയാണ് നമ്മൾ ഗോണോപോർ എന്ന് വിളിക്കുക. ആ ഗോണോപോറിലൂടെ ത്രൂ വിച്ച് മെഡൂസെ കം ഔട്ട്. അപ്പം ഞാൻ നേരത്തെ ഇതിലൂടെ ആ മെഡൂസ പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ മെഡൂസ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സെക്ഷൽ ഫോമാണ്. ഇത് അംബ്രല്ല ലേക്കാണ്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ അംബ്രല്ല ലേക്കാണ്. ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ അകഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ അകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു മാനുബ്രിയം ഉണ്ട്, ഒരു ക്വാഡ്രാങ്കുലാർ എലിവേറ്റഡ് അല്ലെങ്കിൽ തള്ളി എലിവേറ്റഡ് പോർഷൻ മീൻസ് തള്ളി നിൽക്കുന്ന ഭാഗമാണ്. അത് ക്വാഡ്രാങ്കുലർ ആണ്, 4 ആംഗിളോട് കൂടിയാണ് ക്വാഡ്രാങ്കുലാർ. അതിനെയാണ് എന്താ പേര് വിളിക്കുക, അല്ലെങ്കിൽ ട്യൂബാണ്. അതിനെ മാനുബ്രിയം എന്ന് പറയും. അതിൻ്റെ ടിപ്പിലായിട്ട് ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് മൗത്ത്. ഓർക്കുക. ഇനി ഇതിനുള്ളിലായിട്ടൊരു ക്യാവിറ്റി ഉണ്ട്. അതിനെ ഗാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് സീലൻഡ്രോൺ അതിനകത്തുള്ളിൽ കാണുന്നു. ഇനി ആ ഗാസ്ട്രോവാസ്കുലർ കണ്ടിന്യൂസ് ഇൻറ്റു റേഡിയൽ കനാൽ. ഇതിൽ നിന്നാണ്ട് ഇതാണ് റേഡിയൽ കനാൽ. ഇങ്ങോട്ട് റേഡിയൽ സൈഡിലോട്ട് പോകുന്നതുകൊണ്ടാണ് അതിനെ റേഡിയൽ കനാൽസ് എന്ന് പറയുക. ഇനി ആ റേഡിയൽ കനാൽ അതിൻ്റെ പെരിഫറൽ സൈഡിൽ വന്ന് ഇവിടെ ഒരു സർക്കുലാർ കനാലായിട്ട് മാറും. ഇത് റേഡിയൽ കനാൽ, ഇത് സർക്കുലാർ കനാൽ. ഓർക്കുക. അപ്പോൾ പെരിഫറി അല്ലെങ്കിൽ വശങ്ങളിൽ സർക്കുലാർ കനാലാണ്. ഇനി ഈ പെരിഫറൽ പാർട്ട് ഉണ്ടല്ലോ അകത്തോട്ട് മടങ്ങിയിരിക്കും. ദ പെരിഫറൽ പാർട്ട് ഈസ് ഫോൾഡഡ് ഇൻവേർഡ്ലി. അകത്തോട്ട് മടങ്ങിയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് വിലം. ആൻഡ് ആൾസോ ഹിയർ ദ എഡ്ജ് കണ്ടെയ്ൻ ടെൻഡക്കിൾസ്. ഏകദേശം 16 ടെൻഡക്കിൾസും കാണപ്പെടും. ഓർക്കുക. അപ്പോൾ എന്താണ് മെഡൂസെ? ഓർക്കണം. മെഡൂസ നമ്മൾ നേരത്തെ പറഞ്ഞു അംബ്രല്ല ലേക്കാണ്. മെഡൂസ അംബ്രല്ല ലേക്ക്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്? മൗത്ത് ലൈസ് അറ്റ് ദ ക്വാഡ്രാങ്കുലാർ, 4 ക്വാഡ്രാങ്കുലാർ ട്യൂബ് എന്നാണ്. അതിൻ്റെ പേരാണ് മാനുബ്രിയം. ഓർക്കണം. അതാണ് മാനുബ്രിയം. ഇനി ഇതിനുള്ളിൽ ആ മൗത്ത് ലീഡ്സ് ടു, അല്ലെങ്കിൽ മാനുബ്രിയത്തിൻ്റെ സെൻട്രലാണ് മൗത്ത് നമ്മൾ പറഞ്ഞു. അതിനുള്ളിലേക്ക് നമ്മൾ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇൻറ്റേർണലി അതിനുള്ളിലേക്ക് there we can found a cavity. Internally it leads
it leads into a cavity called gastrovascular cavity. അതാണ് നമ്മൾ സീലൻഡ്രോൺ എന്ന് നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ സീലൻഡ്രോൺ. Gastrovascular cavity or cylindrone that continues into radial canal. ഓർക്കണം, ഇതാണ് റേഡിയൽ കനാൽ. ഇത് മാനിബ്രിയം, ഇത് മൗത്ത്, ഇതാണ്ട് ഇതിങ്ങനെ പോവുകയാണ്. ഇത് റേഡിയൽ കനാലാണ്. അപ്പോൾ റേഡിയൽ കനാൽ എവിടെ വരും? ഇതിൻ്റെ എഡ്ജിൽ വന്നാൽ അത് സർക്കുലർ കനാലുമായി മെർജ് ചെയ്യും. ഓർക്കുക, റേഡിയൽ കനാൽസ് വിച്ച് മെർജ് മീൻസ് കണക്റ്റഡ് into circular canal on the periphery. Periphery means side എന്നാണ്. ഓർക്കണം, പെരിഫറിയിലുള്ള ഈ സർക്കുലർ കനാലുമായി മെർജ് ചെയ്യും. ഇനി ആ പെരിഫറൽ പാർട്ട് അകത്തോട്ടൊന്ന് മടങ്ങിയിരിക്കും. ഓർക്കുക, ദ പെരിഫറൽ പാർട്ട് ഈസ് ഫോൾഡഡ്, മടങ്ങുന്നു ഇൻവേർഡ്ലി ടു ഫോം. ഭാഗത്തോട് നാം മടങ്ങിയിരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് വില്ലം. ഓർക്കുക, അതിൻ്റെ പേരാണ് വില്ലം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മാനിബ്രിയം ഇവിടെയുണ്ട്, അതോടൊപ്പം തന്നെ പോളിപ്സിലുമുണ്ട്. വിലം ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഓർക്കുക. ഇനി ദ എഡ്ജ് കണ്ടെയ്ൻസ്, ഇതിൻ്റെ അരികിലാണെങ്കിൽ about 16 ടെൻഡക്കിൾസ്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സിനെയാണ് അതാണ് അത് മൂവ് ചെയ്യാൻ സഹായിക്കുക. ഓർക്കുക. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ പറഞ്ഞു മെഡൂസ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഫോമാന്ന് പറഞ്ഞു. ഓർക്കുക. അപ്പോൾ സെക്ഷൽ ഫോമാന്ന് പറയാൻ കാരണം എന്താണ്? സെക്ഷൽ ഫോം എന്ന് പറയാൻ കാരണം ഇതാണ് ഗൊണാഡ്സ്. ഓർക്കുക, ഇതിനെ നമ്മൾ ഗൊണാഡ്സ് എന്ന് പറയുക. ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗാൻ ടുഗെദർ കാൾഡ് ഗൊണാഡ്സ്. മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗാനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗൊണാഡ്സ്. ഓർക്കുക, ഗൊണാഡ്സ്. അപ്പോൾ മെഡൂസയിൽ എന്തുണ്ട്? ഗൊണാഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക, മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗാനും ഉണ്ട്, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗാനും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? മെഡൂസ ഡയൂഷ്യസ് എന്ന് പറയാം. ദ്വിലിംഗമാണ്. ഓർക്കുക. അപ്പം അതിനകത്ത് 2 ഗാമീറ്റ്സും ഉണ്ടാകും. ഏതൊക്കെയാണ് 2 ഗാമീറ്റ്സ്? എഗ് ആൻഡ് സ്പേം. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന എഗ്ഗും സ്പേമും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യും. അപ്പോൾ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ വാട്ടർ. വെള്ളത്തിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഫ്രീ സ്വിമ്മിംഗ് ആണ്. ഇപ്പോൾ ഗെമീറ്റ്സ് ഉണ്ടെങ്കിൽ അത് പുറത്തു വരും. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ വാട്ടർ. ദ പ്രോഡക്റ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ, എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ദ സൈഗോട്ട് ഡെവലപ്സ് ടു ഫോം എ ഫ്രീ സ്വിമ്മിംഗ് ലാർവ. ഓർക്കണം, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാനൂല. ഫ്രീ സ്വിമ്മിംഗ് ലാർവയുടെ പേരാണ്, ഓർക്കണം, പ്ലാനൂല. ഓക്കെ. ഇനി ആ പ്ലാനൂല ഡെവലപ്സ് ടു ഫോം അഡൽട്ട് ഫോം. അങ്ങനെയാണ് കോളനിയായിട്ട് മാറുക. ഓർക്കുക. അപ്പോൾ നമ്മൾ കണ്ടു, ഇത് മെറ്റാജനസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് 2 ഫോംസ് ഉണ്ട്. സെക്ഷൽ ഫോം പോളിപ്പ്, സെക്ഷൽ ഫോം മെഡൂസ. ഓക്കെ. ഇനി ഇപ്പോൾ പോളിപ്പിൽ നിന്നും അല്ലെങ്കിൽ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് രൂപം കൊള്ളുക. മെഡൂസയിൽ നിന്നും ഗാമീറ്റ്സ് രൂപം കൊള്ളുന്നു. അതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ 2 ജനറേഷനും ആൾട്ടർനേറ്റ് ആയിട്ട് നടക്കുന്നു. അതുകൊണ്ട് ഇറ്റ് എക്സിബിറ്റ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ്. ഇനി ഇവിടുത്തെ ഒരു മെറ്റാജനസിസിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ആൾട്ടർനേഷനോ ജനറേഷനൊക്കെ നിങ്ങൾ ഇനി പ്ലാന്റിലും അനിമലും എല്ലാം പഠിക്കും. പ്രത്യേകിച്ച് ബ്രയോഫൈറ്റ്സ്, റേഡിയോഫൈറ്റ്സിലൊക്കെ നിങ്ങൾ പ്ലാന്റിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഇപ്പം ബ്രയോഫൈറ്റ് എടുക്കുകയാണെങ്കിൽ 2 ഘട്ടം ഗമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് എന്നാണ് പറയുക. അതിൽ ഗമറ്റോഫൈറ്റ് ഘട്ടം ഹാപ്ലോയിഡ് അല്ലെങ്കിൽ N നമ്പർ ഓഫ് ക്രോമസോമാണ്. അതോടൊപ്പം തന്നെ സ്പോറോഫൈറ്റ് ഘട്ടം ഡിപ്ലോയിഡ്. അതിങ്ങനെ വേരിയേഷൻ വരും. അപ്പോൾ അവിടുത്തെ ഓൾട്ടർനേഷനോ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാപ്ലോയിഡും മറ്റൊന്ന് ഡിപ്ലോയിഡ്. അത് മാറിയും തിരിഞ്ഞും വരാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ പോളിപ്പും മെഡൂസയും ഓർക്കണം, അത് ചോദിക്കാം. പോളിപ്പ് ആൻഡ് മെഡൂസ ബോത്ത് ആർ ഡിപ്ലോയിഡ് എന്നാണ്, അല്ലെങ്കിൽ 2N കണ്ടീഷനാണ്. ഓർക്കണം. ഇപ്പോൾ ഇവിടെ 2 ജനറേഷൻ ഉണ്ട്. ഇതും ഡിപ്ലോയിഡ് ആണ്, ഇതും ഡിപ്ലോയിഡ് ആണ്. എന്നാൽ സാധാരണ അങ്ങനെയല്ല. ഓൾട്ടർനേഷനോ ജനറേഷനിൽ ഒരു ജനറേഷൻ ഹാപ്ലോയിഡും ഒരു ജനറേഷൻ ഡിപ്ലോയിഡും ആയിരിക്കും. ഇപ്പോൾ എസെക്ഷൽ, സെക്ഷൽ അങ്ങനെ വരും. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ഡിപ്ലോയിഡ് ആണെങ്കിൽ വേറൊന്ന് ഹാപ്ലോയിഡ് ആയിരിക്കും. അതൊക്കെ നമ്മൾ ഇനിയും പഠിക്കാനുണ്ടെന്ന് വ്യക്തമാക്കാം. പക്ഷേ ഹിയർ ഇൻ ദിസ് കേസ് ബോത്ത് ദ ജനറേഷൻസ് ആർ ഡിപ്ലോയിഡ്.
ദാറ്റ് മീൻസ് പോളിപ്പ് ആസ് വെൽ ആസ് മെഡൂസ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കുക, സിലബസ് അനുസരിച്ച് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പം നമ്മൾ ഹൈഡ്രോസോവ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒബീലിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, സ്കിഫിയോസോവയാണ്, അതിൽ ഒറേലിയാണ്, അല്ലെങ്കിൽ ജെല്ലി ഫിഷ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.